ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ആഗമനകാലത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ച ഇന്ന് വിശുദ്ധ ബലിപീഠത്തിൽ റോസ് നിറത്തിലുള്ള സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും പ്രതീകമായ തിരിതെളിച്ചുകൊണ്ട് നാം ക്രിസ്തുവിന്റെ വരവിനായി നമ്മുടെ ഹൃദയത്തെ സ്നേഹപൂർവ്വം ഒരുക്കുകയാണ്. ഇന്ന് നാം തെളിക്കുന്ന തിരിക്ക് മാലാഖമാരുടെ തിരി എന്നുകൂടി അർത്ഥമുണ്ട്. ഇത് വലിയ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അനുഭവം നൽകുന്നു. ദൈവത്തിന്റെ രക്ഷ നമ്മുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. ആ രക്ഷയുടെ മഹത്വം സ്വന്തമാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ ആരാധിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന അനുഭവമാണ്. നാം ഇന്ന് വിശുദ്ധമായ ആഗമനകാലത്തിന്റെ മധ്യഭാഗത്തെത്തിക്കഴിഞ്ഞു. ഇനി ഏതാനും നാളുകളുടെ യാത്ര കൂടി എത്തിയാൽ ക്രിസ്തുവിന്റെ തിരുപ്പിറവിയിലേക്ക് നാം കടക്കും. ഇന്നത്തെ തിരുവചന സന്ദേശമെല്ലാം വലിയ ആശ്വാസത്തിന്റെ തണൽ നൽകുന്ന, സാന്ത്വനത്തിന്റെ ബലം നൽകുന്ന, രക്ഷയുടെ അനുഭവം നൽകുന്ന വായനകളാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ യേശയ്യാ പ്രവാചകന്റെ മഹത്തായ പ്രവചനം നാം ദർശിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളിലും ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. മരുഭൂമി സമൃദ്ധമായി വിളവ് നൽകുന്ന അനുഭവം. എല്ലാ ജനതകളും ഒരുപോലെ ആനന്ദിക്കുന്ന, ആർപ്പു വിളിക്കുന്ന കാലഘട്ടം. അന്ധർ കാണുകയും ചെകിടർ കേൾക്കുകയും ചെയ്യുന്ന കാലഘട്ടം. മുടന്തർ മാനിനെ പോലെ കുതിച്ചു ചാടുന്ന കർത്താവിന്റെ വരവിനെ പ്രത്യാശയോടുകൂടി എതിരേൽക്കുന്ന കാലഘട്ടം. എന്തിനാണ് നീ സിയോൻ പുത്രി ഭയപ്പെടുന്നത്? നിന്റെ രക്ഷ നിന്റെ സമീപത്തെത്തി കഴിഞ്ഞു. വലിയ പ്രത്യാശയാണ് നൽകുക. ഇന്നത്തെ 2-ാമത്തെ വായന അപ്പോസ്തലനായ യാക്കോബ് നമ്മോട് പറയുന്നു, ക്ഷമയോടുകൂടി കാത്തിരിക്കുവിൻ. ദൈവത്തിന്റെ രക്ഷ നമ്മുടെ അടുക്കലെത്തിയിട്ടുണ്ട്. നാം ദൈവത്തിന്റെ മഹത്തായ കൃപ സ്വന്തമാക്കുവാൻ വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, ഹൃദയശാന്തതയോടെ നാം കാത്തിരിക്കണം. സ്വർഗം നമ്മുടെ അടുക്കലേക്ക് വരുവാൻ ഒരുങ്ങുന്നു. ഇന്നത്തെ സുവിശേഷം മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിലായിരിക്കുന്ന സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് അയച്ചുകൊണ്ട് ചോദിക്കുന്നു, വരുവാനിരിക്കുന്നവൻ നീ തന്നെയോ? ഞങ്ങൾ ഇനി മറ്റൊരുവനെ കാത്തിരിക്കണമോ? ക്രിസ്തു അതിന് നൽകുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങൾ സ്നാപക യോഹന്നാനോട് പോയി പറയുക, ഇതാ അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇതാ ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികൾ സാക്ഷ്യമായി നൽകുവാൻ യേശു ആവശ്യപ്പെടുന്നു. ഈ വിശുദ്ധമായ ആഗമനകാലം, ഒരുക്കത്തിന്റെ കാലഘട്ടം, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതമാകണം നമ്മുടെ സാക്ഷ്യം. യേശു സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികൾ അവനോട് പോയി പറയുക, എന്നിട്ട് തീരുമാനിക്കുക ഇത് ക്രിസ്തു ആണോ അല്ലയോ എന്ന്. ഞാനും നിങ്ങളും ക്രൈസ്തവരെങ്കിൽ, വിശ്വാസ ജീവിതം നയിക്കുന്നുവെങ്കിൽ, നമ്മെ മറ്റുള്ളവർ യഥാർത്ഥ ക്രൈസ്തവൻ എന്ന് വിളിക്കേണ്ടത്, ക്രിസ്തുവിന്റെ പ്രതിപുരുഷരെന്ന് കാണേണ്ടത് നമ്മുടെ ജീവിതം കണ്ടാകണം, പ്രവൃത്തി കണ്ടാകണം. നമ്മുടെ പ്രവൃത്തി മഹനീയമാകണം, ദൈവ മനസ്സിന് ഒത്തതാക്കണം. നാം പരിശുദ്ധമായ ഈ ആഗമന കാലത്ത് ക്രിസ്തുവിന്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്നേഹത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഒരുങ്ങേണ്ടതുണ്ട്. ദൈവത്തിന്റെ മനസ്സിനൊത്ത് നമ്മുടെ ചിന്തകളെ, ഭാവനകളെ മാറ്റിയെടുക്കണം. നമ്മുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് സാധ്യമാകണം. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും തിരിതെളിച്ച് വിശുദ്ധ ബലിപീഠത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ അത്യധികം ആനന്ദിക്കുന്നുവെന്ന് അഭിമാനപൂർവ്വം പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ രക്ഷാകരമായ കൃപയിൽ സന്തോഷിക്കുവാനും നന്മയിൽ ആഹ്ലാദവും ആനന്ദവും കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനേകർക്ക് സാക്ഷ്യമായി, അനുഗ്രഹമായി രൂപാന്തരപ്പെടും. ഈ വിശുദ്ധ ദിനം, ഈ കൃപകൾക്കായി നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.